നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണെന്നും നിങ്ങൾ പരാജയത്തിൻ്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ലെന്നും ഒക്കെ പറഞ്ഞ് പലരും നിങ്ങളെ താഴ്ത്തുന്നുണ്ടാകാം. ഇനി നിങ്ങളോട് തന്നെ നിങ്ങളുടെ സാഹചര്യം നിങ്ങളോട് നിശബ്ദമായി മന്ത്രിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാകാം, നിങ്ങൾ പരാജയപ്പെട്ടവനാണ്, നിങ്ങൾ വിജയിക്കില്ല. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഴിവിലോ നിങ്ങളുടെ പ്രാപ്തിയിലോ നിങ്ങളുടെ അധ്വാനത്തിലോ അല്ല. മരണത്തെ ജയിച്ച, പാപത്തെ ജയിച്ച, ലോകത്തെ മുഴുവനും കീഴടക്കി ജയിച്ച നസ്രയനായ യേശുക്രിസ്തു നിങ്ങളിലും നിങ്ങളുടെ കൂടെയും ഉള്ളത് കൊണ്ട് നിങ്ങൾ ജയിക്കും. ഉറപ്പാണ്, നിങ്ങൾ വിജയിക്കുന്നവരാണ്. നിങ്ങൾ പരാജയപ്പെടുകയില്ല. പരാജയപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളൊരു പരാജയമാണെന്ന് പറയാൻ 100 സംഗതികൾ കാണും. പക്ഷെ ഒറ്റ കാര്യം കൊണ്ടാണ് നിങ്ങൾ വിജയിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ലോകത്തെ ജയിച്ചവനായതുകൊണ്ട്. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ, കർത്താവിൻ്റെ വചനം പറയുന്നത്, യേശു നിങ്ങളിലുണ്ട്, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു, ലോകത്തെ ജയിച്ചവനാകുന്നു. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും അനേകർക്ക് നിങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾക്ക് വലിയ വിടുതൽ തരട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു വിജയത്തിൻ്റെ ജീവിതമാക്കി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിജയത്തിൻ്റെ ജീവിതം. ആമേൻ. എപ്പോഴാണെന്നറിയാമോ? റോമലേഖനം 8:37 നാമും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഏതിലൊക്കെയാണെന്ന് അതിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. അപ്പൊ ഈ ഒരു ജീവിത സാഹചര്യം, അത് കഷ്ടത, അടിക്കടിയായി കഷ്ടത, സങ്കടങ്ങൾ, മനസ്സിനെ മുറിപ്പെടുത്തി കളയുന്ന സങ്കടങ്ങൾ, ഇനി മറ്റുള്ളവരെ നേരിടുന്ന ഉപദ്രവങ്ങൾ, പട്ടിണി, നഗ്നത, ആപത്തുകൾ, ഇനി കൊല്ലുവാനായി വരുന്ന വാളുകൾ, ഇടവിടാതെ കൊല്ലുന്ന എന്ന് പറഞ്ഞാൽ അറപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണി. അപ്പം ഇങ്ങനത്തെ ജീവിത സാഹചര്യം കടന്നു വരുമ്പോൾ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യം കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? അപ്പം ഈ അനുഭവങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പരാജയമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഇതിൽ ഞാൻ ജയാളിയായി നിൽക്കും. ഹല്ലേലൂയ. അത് എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ഉപദ്രവം നേരിടുന്നുണ്ട്, ഞാൻ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, എങ്കിലും എനിക്ക് ഇതിലൊക്കെ ജയം ദൈവം തരുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കഷ്ടതയിലും സങ്കടത്തിലും ഉപദ്രവത്തിലും വേദനയിലും മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൊക്കെയും എനിക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ. അത് ആ ജയം യേശുക്രിസ്തുവിലൂടെയുള്ള ജയമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശത്രു ശ്രമിച്ചാലും നിങ്ങളിൽ യേശുവാണുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിങ്ങൾ നേരിടുന്ന ആ വാക്ശരങ്ങളാകട്ടെ ഉപദ്രവങ്ങളാകട്ടെ, അതല്ല യേശുവാണ് നേരിടുന്നത്. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് കൊലോസ് ലേഖനം 1:26 പറയുന്നത്. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഇരിക്കുന്നു. ക്രിസ്തുവാണിത് നേരിടുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നാം. ദൈവത്തിന് വചനം പറയുന്നത്, നിങ്ങളെ നിന്ദിക്കുന്ന നിന്ന എൻ്റെ മേൽ വീഴുന്നു, കർത്താവിൻ്റെ മേലാണ് നിന്ന വീഴുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് സകലത്തിലും സമ്പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയുന്നു. പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, കഷ്ടതകൾ നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. നിങ്ങൾ ചിന്തിക്കും, ഇതിൻ്റെ പരാജയത്തിൻ്റെ തുടക്കമാണോ?
എല്ലാവരും ആനന്ദിക്കുന്നു, എല്ലാവരും ആഹ്ലാദിക്കുന്നു, എല്ലാവർക്കും ആർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ കഷ്ടതയോടെ പോകുന്നു, ഞാൻ സങ്കടപ്പെട്ടു പോകുന്നു, എനിക്ക് ആരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങളുണ്ട്. അപ്പം എൻ്റെ ജീവിതം ഒരു പരാജയമല്ലേ? ഹല്ലേലൂയ! ഇല്ലെന്നാണ് കർത്താവ് പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തു മുഖാന്തരം സകലത്തിൻ്റെ മേലും നിങ്ങൾക്ക് ജയമുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ! അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. അപ്പം എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം എനിക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ! ആമേൻ. നമ്മൾ സാധാരണ അല്ലെങ്കിൽ കേവലം നമ്മൾ ജയത്തിൻ്റെ ജയത്തിൻ്റെ വക്താക്കളല്ല, മറിച്ച് ഒരിക്കലും ഒരു വിധത്തിലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ജയാളികളാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത, ഒരു വിധത്തിലും പരാജയപ്പെടാത്ത ജയാളികളാണ്. ഹല്ലേലൂയ! ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ ശക്തിയുള്ളൊരു വാക്കാണ്. വി ആർ മോർ ദാൻ കോൺക്കറേഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പിടിച്ചടക്കുന്നവരെക്കാൾ ശക്തിയുള്ളവരായി നമ്മൾ തീരുകയാണ്. അപ്പം നമ്മുടെ ശക്തി കുറയ്ക്കുന്നില്ല. ഈ കഷ്ടതയും വേദനയും നിരാശയും പ്രതിസന്ധികളൊന്നും എൻ്റെ ആനന്ദമോ എൻ്റെ ജയത്തിൻ്റെ മൂല്യത്തെ കുറയ്ക്കുന്നില്ല. ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. ഹല്ലേലൂയ! ആമേൻ. ദൈവമാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ കരം പിടിക്കുന്നത്. അതാണ് നമ്മൾ പരാജയപ്പെടാത്തത്. യേശുക്രിസ്തു ഈ പരിശോധനയിൽ എല്ലാം കടന്നുപോയതല്ലേ? എല്ലാ പരിശോധനയിലൂടെ കടന്നുപോയി. ലോകം, സാത്താൻ, ജഡം, പിശാച്, മരണം, അപ്പം ഇവയെല്ലാം അതിലൂടെ യേശു കടന്നുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. നമ്മളെ പല രീതിയിൽ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയൊക്കെ ചെയ്തേക്കും ഈ ശക്തികൾ, ഈ ആക്രമണ ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വേദനിപ്പിച്ചേക്കാം. പക്ഷേ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നതുകൊണ്ട്, ക്രിസ്തു ഇതിനെ ജയിച്ചതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുകയില്ല. നമുക്കൊരു ജയം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ! ആമേൻ. അപ്പോൾ ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന വിശ്വാസം, ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്താൽ ദൈവം നമ്മളെ അന്ത്യത്തോളം നിലനിർത്തും. പിശാച് ഏതൊക്കെ രീതിയിൽ നമ്മളെ കീഴടക്കാൻ നോക്കിയാലും നമ്മുടെ വിശ്വാസത്തെ പുറത്താക്കാൻ കഴിയില്ല. നമുക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ദൈവം നമ്മളെ നിർത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ! ആമേൻ. ലോകത്തെയും പാപത്തെയും പിശാചിനെയും ജയിച്ചവൻ യേശു വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ! അപ്പം അതുകൊണ്ട് ജയത്തിൻ്റെ താക്കോൽ അത് എൻ്റെ കൈവശമുള്ളത് യേശു പറഞ്ഞു. ഹല്ലേലൂയ! ജയം നൽകുന്നവൻ, ജയാളിയായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. പിശാച് ഏതൊക്കെ മേഖലയിൽ കൂടെ ഫൈറ്റ് ചെയ്താലും, നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കിയാലും, പ്രലോഭനങ്ങളിലൂടെയും കിളികളിലൂടെയും ഇനി ആക്രമണങ്ങളുടെയും ഭീഷണികളിലൂടെയും മാനസികമായി തളർത്താനൊക്കെ നോക്കിയാലും നിങ്ങൾ പരാജയപ്പെടില്ല. കാരണം നിങ്ങളുടെ അകത്ത് യേശുവുണ്ട്. പറ, എൻ്റെ അകത്ത് യേശു പരാജയപ്പെട്ടവനല്ല, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്നാണ് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയും. നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ജയാളിയായ ക്രിസ്തു അവൻ വലിയവനാണ്. അതുകൊണ്ട് പിശാചെ, സാഹചര്യങ്ങളെ, കഷ്ടതയെ ഒക്കെ തിരിച്ച് വെല്ലുവിളിച്ച് പറയണം, നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ ബലവാനായതുകൊണ്ടല്ല, ജയിച്ചവൻ എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. പറയണം, ഞാൻ ജയാളിയാണ്, യേശു ക്രിസ്തു എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ! ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ ദിവസം തരട്ടെ. നിങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലങ്ങളും ഇന്ന് നിങ്ങൾ ഇടപെടുന്ന വിഷയവും ഇനിയല്ല നാളുകളായി ചില പരാജയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വിജയം തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വിജയം കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഏത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ ജയിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബം വിജയത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ പോകുക. നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം ഒരു വലിയ വിജയം നൽകാൻ പോകുകയാണ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ യേശു പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നത്തിലും ഞങ്ങൾക്ക് ജയം തരുവാൻ ഞങ്ങളുടെ ഉള്ളിൽ യേശു വസിച്ച് കഷ്ടതയും പട്ടിണിയും ഉപദ്രവങ്ങളെയും ആപത്തിനെയും ജയിക്കുവാനുള്ള ഒരു വലിയ കരുത്ത് ഞങ്ങളുടെ മേൽ തരുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ വചനം കേൾക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടരുത്.
കർത്താവേ, അവർ ജയാളികളായി തീരട്ടെ. ആരുടെ മുമ്പിൽ പരാജയപ്പെടരുത്. മനുഷ്യൻ്റെ മുമ്പിലും, ലോകത്തിന് മുമ്പിലും, പിശാചിൻ്റെ മുമ്പിലും, പ്രലോഭനങ്ങളുടെ മുമ്പിലും, കർത്താവെ, രോഗത്തിന് മുമ്പിലും, ശാപത്തിന് മുമ്പിലും ഈ മക്കൾ പരാജയപ്പെടരുത്. അവിടെ അവർ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവേ, ക്രിസ്തു യേശുവിൽ എല്ലായിടത്തും ജയോത്സവമായി മക്കൾ നടക്കട്ടെ. എല്ലായിടത്തും ജയോത്സവമായി നടക്കട്ടെ. അനേകരെ അസൂയപ്പെടുമാറും അതിശയം കൂറുമാറും ഒരു വലിയ ജയത്തിൻ്റെ ഭാഗമായി മക്കൾ തീരട്ടെ. കർത്താവെ, ഇത്രയും പ്രതികൂലമുണ്ടായിട്ടും ഇവർ ജയിച്ച് മുന്നേറുന്നല്ലോ എന്ന് മറ്റുള്ള സാക്ഷ്യം പറയത്തക്ക രീതിയിൽ കർത്താവ് ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. അതങ്ങനെ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ പറഞ്ഞ പ്രതിസന്ധിയിലെല്ലാം നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പറ, പൂർണ്ണ ജയം. എനിക്ക് പൂർണ്ണ ജയം, സമ്പൂർണ്ണ ജയം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ കുറേ പേർ കൂടെ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.